പറിക്കാനായി പറയുന്ന സമയത്ത് ഇവിടെ പറിച്ച ചെറി എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാ. ഇതാണ് ഇവിടെ നടക്കണത്. ഇനി ഞാൻ എപ്പോഴാണ് ഈ ചെറി പറിക്കുന്ന വീഡിയോ എടുക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യം പറയാ. വെൽക്കം ബാക്ക് ടു റിതം ഓഫ് ലൈഫ്. ഈ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാമോ? ഇതാണ് ചെറി. അപ്പോൾ നമ്മുടെ ജർമ്മനിയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറി പ്ലക്കിങ്ങിന് പോയ വീഡിയോ ആണ്. അടുത്തതായി നമ്മൾ സാറാ ബേബിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ടീ പാർട്ടി ഇവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സാറാ ബേബിയുടെ കുട്ടി വീട് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ഇതാണ് സാറാ ബേബി ഔട്ടിങ്ങിന് വന്നിരിക്കാറുള്ള കുട്ടി വീട്. അതിനുശേഷം അവളെ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മന്ദം പോകുന്നു. ഇതാണ് ഇവരുടെ ഔട്ട് ഹൗസ്. ഇവർ വളരെ റിച്ച് ആയതുകൊണ്ട് ഇവർ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവരൊരു സിമ്പിളായിട്ടുള്ളൊരു വീട്ടിൽ ഇപ്പുറത്ത് താമസിക്കുകയാണ്. വളരെ റിച്ചാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. അല്ലേ സാറാ ബേബി? അതത്രേ ഉള്ളൂ. ഇവിടെ നോക്കൂ, കുറേ അറഞ്ചം പുറഞ്ചം വെച്ചിരിക്കുന്ന സൈക്കിൾ. ഇതെല്ലാം ഇവരുടെ തന്നെയാണ്. ഇടയ്ക്ക് ഇവർ ഓടിക്കാറുണ്ട്, ഇടയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇവർക്ക് സ്വന്തമായിട്ടൊരു പട്ടിയൊക്കെ ഉണ്ട്. ഈ വീട്ടിലും അവിടെ നോക്കൂ, നമ്മുടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് നിൽക്കുന്നത് നമ്മുടെ ഒരു പട്ടി. അതിനുശേഷം അവിടെ സജിയും സനിതയും സാറാ ദേവിയും കൂടെ അവിടെ നമ്മളെ നോക്കാതിരിക്കുന്നു. ഇവിടെ മണ്ടനായ ആശയർ ഇരിക്കുന്നു, കണ്ണാടിയൊക്കെ ഇട്ടിട്ട് കണ്ടു കാണാത്ത പോലെ. നമ്മുടെ ദീപയും നമ്മുടെ പ്രഗത്ഭനായ കുഞ്ഞും ഇരിക്കുന്നു. അതാ അവിടെ ഗുണ്ടപ്പയെ എതിരാളികളില്ലാതെ ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കാനായിട്ട് നിൽക്കുന്നു. അതിനുശേഷം ഇവിടെ അറഞ്ചം പുറഞ്ചം കുറേ തിന്നാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും കഴിക്കാതെ ഇവർക്ക് വേണ്ടി കാത്തുന്നത് വെറുതെ ആയിപ്പോയി. ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗണപതിക്ക് കൊടുത്ത അത്ര. അതെ, നീ ദീപ വരുന്ന സമയത്ത് തന്നെ 2 ബോട്ടിലുമായിട്ട് വന്നിട്ടുണ്ട്. വേറെയും എന്തൊക്കെയോ ഐറ്റംസ്. പൊളി. ഇനി എന്ത് വേണം? ഇവിടെ പറിക്കാനായി നിൽക്കുന്ന ദീപ. സ്ത്രീകളുടെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീഴാൻ പേടിയാണെന്ന് പറഞ്ഞ ആശ്ചര്യം പിടിച്ച് നിൽക്കുന്നു. അമ്മ വീഴുമെന്ന് പേടിച്ച് കരയുന്ന കുട്ടി. അമ്മ ഏത് നിമിഷവും വീഴാ അവിടെ നിന്ന്. അമ്മ വീഴുന്ന കാണാൻ നിൽക്കുന്ന ഭർത്താവ്, കരയുന്ന കുട്ടി. ഇനി എന്ത് വേണം? ഹായ് സുന്ദരം. റൊമാൻറ്റിക് കപ്പിൾസ് ഒരു പരസ്പരം കൈമാറിയിരിക്കുന്നു. ആണ് നമ്മളിവിടെ അച്ഛനും മോനും തമ്മിലുള്ള ഒരു വൈകാരികമായ ഒരു നിമിഷമാണ് നമ്മളിവിടെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചപ്പ അറിഞ്ഞപ്പുറത്ത് കയറിയിരിക്കുന്നു. എല്ലാം കയറിയതിനു ശേഷമാണ് മമ്മി വന്നിരിക്കുന്നത്. അവിടെ എടാ പറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ട് മോളിൽ കയറിയിട്ട് അച്ഛന്റെ കൂടെ ഷോൾഡറിൽ കയറി ഇരിക്കാം. എന്താടി ചെറി പറിക്കുന്ന ഒരു സുന്ദരമായ ഒരു വീഡിയോ. ഈ ഇല പറഞ്ഞിട്ടാണെങ്കിൽ ഇവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എടുക്കുകയാണ് ഇവിടെ വീഡിയോ. ഒരു ചെറിയ നീ പറിച്ച ആ കവറിലിടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ കമ്മോന്നൊക്കെ പറഞ്ഞ് അവൻ കേറുന്നുണ്ട്. കേറി ഇവൻ ചെറി പറിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ച് കേറി ഫുള്ള് പ്രതീക്ഷയിലാണ്. ഇപ്പൊ ചെറി പറിക്കുന്നതായിരിക്കും. ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒറ്റ പറി. ഫോക്കസ് മാറിയിരിക്കുന്നു. ചെറി വേണോ അച്ഛനെ വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ അവൻ പതറിയിരിക്കുന്നു. ചെറി മതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഗാർഡനിൽ ഉണ്ടായിരുന്ന ഒരു മരമാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ പ്രാന്ത് പിടിച്ച് കായ്ക്കാന്നൊക്കെ പറയില്ല, അതുപോലെ കായ്ച്ചിരിക്കണം ചെറി. കുറേ ഉണ്ട്. അതിൽ നമുക്ക് നല്ല മെറൂൺ കളറായിട്ടുള്ളത് മാത്രമാണ് നല്ല മധുരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് മധുരം കുറവായിരിക്കും. തിന്നാൻ പറ്റും, പക്ഷേ മധുരം കുറവായിരിക്കും അതിനൊക്കെ. അങ്ങനെ അയ്യോ, ഈ മരം മുഴുവനുണ്ട്. ഒരു ലോറി വിളിച്ച് കൊണ്ടുപോകുന്ന അത്രയുണ്ട്. പക്ഷെ അതൊന്നും പറിച്ച് തിന്നത് തരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കവറിൽ മാത്രം പറിച്ചു. ചെറിയ പ്ലക്കിങ്ങിന് ശ്രീനി നോക്ക്. ശ്രീനിക്ക് ലാഡർ പോലും വേണ്ട. ഗുണ്ടപ്പി ഇവിടെ ചെറിയ പ്ലക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. വരണ്ടോ? വാ, എന്റെ പേര് വിളിച്ചോണ്ടിരിക്കും. ആടോ, ഞാൻ മേലെയുണ്ട്. എനിക്ക് ലാഡറിൻ്റെ മേലെ കയറി നിന്നപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ ചെറീൻ്റെ ഒരു തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ എങ്ങനെയോ നിന്ന് കുറേ പറിച്ച് തിന്നു. നല്ല രസമുണ്ടായിരുന്നു.
ചെറിയ കൊല കൊലയാ മുന്തിരിങ്ങ നരി നരി ചുറ്റുക. ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ 3 ഫാമിലീസാണ് ഇവിടെ കൂടെ ഉണ്ടായിരുന്നത്. ജിജിത, പ്രഭാത്, പിന്നെ സജിയും ഫാമിലിയും, പിന്നെ ഞങ്ങളും. അങ്ങനെ എല്ലാവരും കൂടെ നല്ലൊരു ഫണ്ണായിരുന്നു. കുറേ ചെറി പറിച്ച് തിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് നടക്കാൻ പോയാലോ എന്ന്. അങ്ങനെ അവരുടെ അടുത്ത് തന്നെ ഒരു എൽബേ റിവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു രാത്രി 9-10 മണി വരെയും സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കാൻ പോയി. ഇങ്ങനെ ഈ പുഴയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എന്തോ നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. പുല്ലും എന്താ പറയുക സ്ഥലമൊക്കെ കാണുമ്പോൾ, പാലമൊക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ അവിടെ ഒരു ചിറ്റൂർ പുഴയുണ്ട്. അപ്പം പക്ഷെ അവിടെ ഇത്രയും നിറഞ്ഞ് വെള്ളം ഒഴുകുന്നത് എന്താ പറയുക ഡാം തുറക്കുമ്പോൾ മാത്രമാണ്. എന്നാലും ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിച്ചു. നടന്നു. ഋതത്തിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് റിവറിൻ്റെ സൈഡിലേക്ക് പോകുന്നതും ഒക്കെ. അപ്പോൾ ഋതത്തിന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും ഋതവും സാറക്കുട്ടിയും അശ്വറും കൂടെ പുഴയുടെ സൈഡിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ചേച്ചി കൈ നടക്കും. കൈ കൊടുക്കുക സാറാ. പാടം. ഇത് എവിടെയാ പൊന്നെ? പാടം. നമ്മൾ കേരളത്തിലാണോ? ഇത് നമ്മുടെ കേരളത്തിലെ പാടം, നെൽപ്പാടം. ദേ പൂക്കള്. നമ്മളെവിടെയാ? പാലം. ഇത് കേരളം അല്ല. അഡ്വഞ്ചറസ് ആണല്ലോ. അവിടെ നിന്നാ മതി പിന്നെ വെള്ളം. ഇതെന്താ പിന്നെ? വെള്ളം. മാമ കല്ലെറിയ നോക്കിയോ. ചെപ്പ കല്ലെറി. വീഴും ഋത. അതെന്തേലും ചെയ്തോട്ടെ. ബാപ്പിയല്ലേ വാടി. 3 കിട്ടിയാ? അത് എണ്ണയാ. ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം വരും മേലേക്ക്. വീടുണ്ടാറുതാ. ഋതാവി നമ്മുടെ ത്രോ ചെയ്യാം. ത്രോ. ഓ ഇനി ഒന്നൂടെ. അത് വേണ്ട. ചില്ല കിടക്ക്. ചില്ല കല്ല്. കുഞ്ഞി കല്ലെടുക്കടാ. കയ്യിൽ അപ്പിയാക്കല്ലേ. അറിയ വെള്ളത്തിലോട്ടറിയ. സാറാ ഒന്ന് ഒരു കല്ല് കൊടുത്തവന്. നീ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് എറിയണം. അങ്ങോട്ട് പോയാൽ വീഴൂട്ടാ. ഓ ജി എവിടെ? വഞ്ചി എവിടെ? കാണിച്ചു അമ്മക്ക്. അതാ വരുന്നു. എന്ത്? എന്താ
മഞ്ചിയല്ല വഞ്ചി. ഇങ്ങനെ പുല്ലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പാടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഈ തോണി തുഴഞ്ഞു വരുന്ന ആളെ കൂടെ കണ്ടപ്പോൾ പിന്നെ കറക്റ്റായി. പറന്നു പോയിന്ന്. കാക്ക ഇല്ല അപ്പൊ. ഓ എന്നടി എന്നടി ആഷറല്ലത് ഹാഷർ. കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കളിച്ചു, കുറേ നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ എല്ലാവരും കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുട്ടായില്ല, പക്ഷെ എന്നാലും സമയം പോകുന്നല്ലോ എന്ന് വിചാരിച്ച് ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നു, അതിൻ്റെ മേലെ കൂടെ കാറുകൾ പോകുന്നു, അതിൻ്റെ മേലെ ഒരു ഓവർ ബ്രിഡ്ജുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ചെറി പ്ലക്കിങ്ങും ടീ പാർട്ടിയും അതുപോലെ തന്നെ എൽബേൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വാക്കിങ്ങും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.